ഗുഡ് മോർണിംഗ് സ്റ്റുഡൻറ്. NSMSM IT-യിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് പഠിച്ചതെന്ന് പറഞ്ഞാൽ എനർജി സോഴ്സസിനെ പറ്റിയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ എനർജി സോഴ്സുകളിൽ നിന്നും എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ തെർമൽ പവർ പ്ലാന്റ്, അതായത് ഹീറ്റ് എനർജിയെ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ പ്ലാന്റിനെയാണ് തെർമൽ പ്ലാന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റീം പവർ പ്ലാന്റ് എന്നും പറയും. ഓക്കെ, അപ്പൊ സ്റ്റീം പവർ പ്ലാന്റില് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്നാണ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവല് എന്ന് പറയുന്നത്, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവല് എന്ന് പറയുന്നത് കോളാണ്. അത് നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്നത്, അതായത് കോസ്റ്റ് വളരെ കുറവാണ്. മറ്റുള്ള എനർജി സോഴ്സുകൾ നോക്കുകയാണെങ്കിൽ അത് ചീപ്പാണ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജസില് ഒന്നെന്ന് പറയുന്നത് ചീപ്പാണ്. ഓക്കെ, ഫ്യൂവൽ യൂസ്ഡ് ഈസ് ചീപ്പ്. ഓക്കെ, രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കോസ്റ്റ്. ഈ പവർ പ്ലാന്റിന് വേണ്ടി വരുന്ന ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. നമ്മൾ ഈ പവർ പ്ലാന്റിന് വേണ്ടി മുടക്കേണ്ടി വരുന്ന ആദ്യത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇനി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുള്ള എവിടെ വേണമെങ്കിലും നമുക്ക് ഈ പവർ പ്ലാന്റ് സിറ്റുവേറ്റഡ് ആക്കാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അതായത് എവിടെ വേണമെങ്കിലും നമുക്ക് ഈ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾഡ് അറ്റ് എനി പ്ലേസ്, ഇൻസ്റ്റാൾഡ് അറ്റ് എനി പ്ലേസ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് മറ്റുള്ള പവർ പ്ലാന്റുകളെ അപേക്ഷിച്ച് നോക്കുക, അതായത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റോ അല്ലെങ്കിൽ ഡീസൽ പവർ പ്ലാന്റ്, ബാക്കി ഉള്ള പവർ പ്ലാന്റുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് ലെസ് സ്പേസ് മതി, ലെസ് സ്പേസ് മതി. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ജനറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ള പവർ പ്ലാന്റിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഓക്കെ, കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് അതിലുപയോഗിക്കുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് ചീപ്പാണ്. രണ്ടെന്ന് പറയുന്നത് ഇനിഷ്യൽ കോസ്റ്റ് കുറവാണ്. മൂന്നെന്ന് പറയുന്നത് ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം മാത്രം നോക്കിയാൽ മതി. പിന്നെ ഈ പവർ പ്ലാന്റിന് കുറച്ച് സ്പേസ് മതി, ലെസ് സ്പേസ്. ഓക്കെ, അടുത്ത പോയിന്റ് ജനറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് പൊല്യൂഷൻ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഈ സ്റ്റീം പവർ പ്ലാന്റിൽ ചെയ്യുന്ന എന്തോന്ന് പറഞ്ഞാല് കോള് കത്തിക്കുക ചെയ്യുന്നത്, കോൾ കമ്പസ്റ്റൻ ചെയ്യുക. ആ സമയത്ത് ഉണ്ടാകുന്ന സ്മോക്ക് അതെല്ലാം പുറത്തോട്ട് അറ്റ്മോസ്ഫിയറിലോട്ടാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, പൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പൊല്യൂഷൻ, പൊല്യൂഷൻ takes place. രണ്ടെന്ന് പറയുന്നത് ഇതിന്റെ റണ്ണിങ് കോസ്റ്റ്. ഇത് ഈ പവർ പ്ലാന്റ് റൺ ചെയ്തുകൊണ്ട് പോവേണ്ട കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റീം പവർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പവർ പ്ലാന്റ് ആണ് സ്റ്റീം പവർ പ്ലാന്റ് അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫ്യൂവല്, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫ്യൂവല് ചീപ്പായിരിക്കും. പിന്നെ ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. പിന്നെ ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് കുറച്ച് സ്പേസ് മതി.
പിന്നെ ജനറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാലോ പൊല്യൂഷൻ ഉണ്ടായിരിക്കും. എന്താണ്? പൊല്യൂഷൻ ഉണ്ടായിരിക്കും. റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റീം പവർ സ്റ്റേഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയേണ്ടത്. ഇനി പറയുന്നത് ഈ സ്റ്റീം പവർ പ്ലാന്റിൽ എന്തൊക്കെയാണ് സ്റ്റേജസ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റീം പവർ പ്ലാന്റിൽ എന്താണ് പ്രോസസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് ആദ്യം ഞാനൊന്ന് പറയാം. അതായത് ആദ്യം നമുക്ക് വേണ്ടത് കോളാണ്. കോളുണ്ട്. ഓക്കെ, ഈ കോളിനെ ബോയിലറിൽ വെച്ച് അത് എന്ത് ചെയ്യുന്നു, നമ്മൾ കമ്പസ്റ്റൻ ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ബോയിലറില് കമ്പസ്റ്റൻ നടക്കുമ്പോൾ അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ഹീറ്റ് എന്ത് ചെയ്യുന്നു, ഈ ഹീറ്റ് നമുക്ക് സൂപ്പർ ഹീറ്റർ പിന്നെ എയർ പ്രീ ഹീറ്റർ പിന്നെ എക്കണോമൈസർ തുടങ്ങിയ 3 സ്റ്റേജുകളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റീം കിട്ടും. സ്റ്റീം, ഹോട്ട് ആയിട്ടുള്ള സ്റ്റീം കിട്ടും. ഈ ഹോട്ട് ആയിട്ടുള്ള സ്റ്റീം ടർബൈനിലോട്ട് കടക്കുന്നു. എവിടെയാണ് പോകുന്നത്? ടർബൈനിലോട്ട് പോകുന്നു. ടർബൈനിലോട്ട് പോകുമ്പോഴത്തേക്കും ഈ ടർബൈന്റെ ബ്ലേഡ്സില് ഈ ഹോട്ട് സ്റ്റീം പമ്പ് ചെയ്യുമ്പോഴത്തേക്കും ടർബൈൻ കറങ്ങുകയും അങ്ങനെ അവിടെ മെക്കാനിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്നു. എന്താണ് ചെയ്യുന്നത്? മെക്കാനിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്നു. ഈ മെക്കാനിക്കൽ എനർജി ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റണം. ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റാനായിട്ട് ഒരു ഓൾട്ടർനേറ്റർ വെച്ച് കപ്പിൾ ചെയ്യുന്നു. ഓൾട്ടർനേറ്റർ വെച്ച് എന്ത് ചെയ്യുന്നു? കപ്പിൾ ചെയ്യുന്നു. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഓൾട്ടർനേറ്ററിൽ നിന്നും എന്ത് കിട്ടും? ഇലക്ട്രിക്കൽ എനർജി കിട്ടും. ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി കിട്ടും. അതാണ് അവിടെ നടക്കുന്ന മെയിൻ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്. അപ്പൊ ബ്ലോക്ക് ഡയഗ്രാം ഞാൻ നോട്ടിൽ തരുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഒരു കോൾ സ്റ്റോറേജ് കാണും, കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് കാണും. ആ കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റിൽ വെച്ചാണ് ഈ കോളിനെ എന്ത് ചെയ്യുന്നത്? സ്മാൾ പീസസ് ആക്കുന്നത്. ആ സ്മാൾ പീസസ് ആക്കിയ കോള് ബോയിലറിൽ വെച്ച് കമ്പസ്റ്റൺ നടക്കുന്നു. ആ കമ്പസ്റ്റൺ നടക്കുമ്പോഴത്തേക്ക് അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ആ ഹീറ്റ് സ്റ്റീമില്, അതായത് ഹീറ്റില് കുറച്ചും കൂടെ അതിന്റെ പവർ, ഹീറ്റിന്റെ പവർ കൂട്ടാൻ വേണ്ടി സൂപ്പർ ഹീറ്റർ ഉണ്ട്, പിന്നെ എയർ പ്രീ ഹീറ്റർ, എക്കണോമൈസർ, ഇങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളിലൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റീം, ഹോട്ട് ആയിട്ടുള്ള സ്റ്റീം കിട്ടുന്നു. ആ ഹോട്ട് ആയിട്ടുള്ള സ്റ്റീം എവിടെ ചെല്ലുന്നു? ടർബൈനിൽ ചെല്ലുന്നു. ടർബൈനിൽ ചെല്ലുമ്പോഴത്തേക്കും ആ ടർബൈനിന്റെ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യും, ഇല്ലയോ? റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ജനറേറ്റ് ചെയ്യുന്ന എനർജി ഏതാണ്? മെക്കാനിക്കൽ എനർജി. അതായത് മൂവ്മെന്റ് കൊണ്ടുണ്ടാകുന്ന എനർജി ആണല്ലോ മെക്കാനിക്കൽ എനർജി. അപ്പോൾ ആ മെക്കാനിക്കൽ എനർജിയെ ഓൾട്ടർനേറ്റർ ഉപയോഗിച്ച് നമുക്ക് എന്തായിട്ട് മാറ്റാൻ പറ്റും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റിൽ നടക്കുന്ന വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റീം പവർ സ്റ്റേഷന്റെ ബ്ലോക്ക് ഡയഗ്രാം ഇവിടെ ചിത്രത്തിൽ കാണുന്നുണ്ട്. അതിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് കോൾ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോക്ക് ഉണ്ട്. കോൾ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടാണ് നമ്മൾ കോള് സംഭരിച്ച് വയ്ക്കുന്നത്. അതായത് എന്തെങ്കിലും രീതിയിൽ സ്ട്രൈക്കുകളൊക്കെ വന്നാൽ നമുക്ക് ഈ കോളിന്റെ ലഭ്യത കുറയും, ഇല്ലയോ? അപ്പൊ അതിനു വേണ്ടി അപ്പൊ നമ്മുടെ പ്രോസസ് ഒക്കെ തടസ്സം വരും. അപ്പൊ അത് തടയാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ കോൾ സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇത് കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റ്. നിങ്ങൾക്ക് കാണാം അടുത്തൊരു ബ്ലോക്ക് എന്ന് പറയുന്നത് കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റ് ആണ്. കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്താണ് ചെയ്യുന്നത്? ഈ കോളിനെ പൾവറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അതായത് പൾവറൈസ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ കോളിനെ ഷോർട്ട് പീസസ് ആക്കുന്നു, സ്മാൾ പീസസ് ആക്കുന്നു. ആ സ്മാൾ പീസസ് ആക്കുന്ന പ്രോസസ്സിനെയാണ് പൾവറൈസ്ഡ് അല്ലെങ്കിൽ പൾവറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നടക്കുന്നത് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റിലാണ്.
ഓക്കെ, ഈ കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റിൽ നിന്നും ഈ കോള് ചെറിയ പീസാക്കിയ കോള് എങ്ങോട്ടാണ് പോകുന്നത്? ബോയിലറിലോട്ടാണ് പോകുന്നത്. ബോയിലറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെച്ച് ഈ കോൾ കമ്പസ്റ്റൺ നടക്കുന്നു. അതായത് കോള് എന്ത് ചെയ്യുന്നു? കത്തുന്നു. കോള് കത്തുമ്പോഴത്തേക്ക് നമുക്കറിയാം കുറച്ച് ചാരമൊക്കെ ബാക്കി വരുമെന്ന് നമുക്കറിയാം. ആഷ്, എന്താണ്? ആഷ് ബാക്കി വരുന്ന ഈ ആഷിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് മാറ്റണം, ബോയിലറിൽ നിന്ന് മാറ്റണം. മാറ്റിയില്ലെങ്കിൽ പിന്നീടുള്ള പ്രോസസ്സുകൾക്ക് വീണ്ടും അതിനൊരു എന്താ വരും? എഫിഷ്യൻസി കുറയും. അത് മാറ്റേണ്ടത് ആവശ്യമാണ്. ബോയിലറിന്റെ കറക്റ്റ് ആയിട്ടുള്ള വർക്കിങ്ങിന് വേണ്ടി അവിടെ വരുന്ന ആഷ് നമ്മൾ മാറ്റണം. അതിനു വേണ്ടിയാണ് നിങ്ങൾ താഴെ ഒരു ബ്ലോക്ക് കാണാം, ആഷ് ഹാൻഡ്ലിംഗ് പ്ലാന്റ്, അവിടെ നിന്നും ആഷ് സ്റ്റോറേജ്. അപ്പൊ ഈ 2 ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? ആഷിനെ ആ ബോയിലറിൽ നിന്നും മാറ്റാനായിട്ടുള്ള ഒരു എന്താണ്? സംവിധാനമാണ്. ഓക്കെ, ഇനി ഈ ബോയിലറിൽ വെച്ചാണ് ഞാൻ പറഞ്ഞു എന്താ നടക്കുന്നത്? കോള് കത്തുന്നത്. അതിനുശേഷം അവിടെ ഉണ്ടാകുന്ന ഹീറ്റ്, ആ ഹീറ്റിനെ എന്ത് ചെയ്യുന്നു? നമ്മള് ഈ സൂപ്പർ ഹീറ്റർ, എക്കണോമിസർ, എയർ പ്രീ ഹീറ്റർ, ആ ബ്ലോക്കുകളിലൂടെ അതുവഴി ആ കുറച്ച് സെറ്റിംഗ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഓരോന്നിന്റെയും പ്രത്യേകത, അതായത് ഓരോന്ന് എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോ അതിൽ കൂടി കടന്നു പോകുമ്പോഴത്തേക്കും ഇത് ഹോട്ടായിട്ടുള്ള സ്റ്റീം ആവുന്നു. ഓക്കെ, സൂപ്പർ ഹീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജനറേറ്റ് ചെയ്യുന്ന ഈ ബോയിലറിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന സ്റ്റീമിനകത്ത് കുറച്ച് വെറ്റ് കണ്ടന്റ് കാണും. മനസ്സിലായോ? വെറ്റ് കണ്ടന്റ് കാണും. അപ്പൊ ആ വെറ്റ് കണ്ടന്റ് മാറ്റി അതിനെ സൂപ്പർ ഹീറ്റഡ് ആക്കാൻ വേണ്ടിയാണ് സൂപ്പർ ഹീറ്റർ എന്ന് പറയുന്ന സംവിധാനത്തിൽ കൂടെ പോകുന്നത്. ഓക്കെ, സൂപ്പർ ഹീറ്റർ എന്ന് പറയുന്നത് ഈ വെറ്റ് കണ്ടന്റ് മാറ്റി അതിനെ സൂപ്പർ ഹീറ്റ് ആക്കുന്നു. അതിനുശേഷം അത് ഒരു വാൽവ് വഴി ടർബൈനിലോട്ട് പോകുന്നു. ഓക്കെ, ടർബൈനിലോട്ട് പോയി ടർബൈൻ കറങ്ങുന്നു. അങ്ങനെ ഓൾട്ടർനേറ്റർ വർക്ക് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്നു. പിന്നെ അത് ഡയറക്റ്റ് ബസ് ബാറിലോട്ടൊക്കെ കണക്ട് ചെയ്തേക്കും. ചിത്രത്തിൽ കാണാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോ ഇനി എക്കണോമൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ വരുന്ന ഗ്യാസസ്, അതായത് ഈ ബോയിലറിൽ നിന്ന് വരുന്ന ചില ഗ്യാസസുകളുണ്ട്. അത് ചിമ്മിനി കൂടെ പുറത്തു പോവുകയാണ് വേണ്ടത്. അപ്പൊ ആ ചിമ്മിനി കൂടെ പുറത്തു പോകുന്ന ആ ഗ്യാസസ് പോകുന്ന വഴിയിൽ നിന്ന് ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്തെടുക്കുവാണ് നമ്മുടെ ഈ എന്താണ്? എക്കണോമൈസർ ചെയ്യുന്നത്. ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്തെടുത്തതിന് ശേഷം അത് നമ്മുടെ ഫീഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സൂപ്പർ ഹീറ്ററിൽ നിന്നും ഈ ടർബൈൻ കറക്കിയതിന് ശേഷം ബാക്കി ആ സ്റ്റീം താഴോട്ട് പോവാണ്. അതായത് നിങ്ങൾക്ക് കാണാം ആ ചിത്രത്തിൽ തന്നെ താഴോട്ട് പോയി ഒരു കണ്ടൻസറിലൂടെ കടന്നു പോകുന്നു. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്റ്റീമിനെ വീണ്ടും കൂളിയേൽപ്പിച്ച് അവിടെ വെള്ളം, അപ്പോ ആ വാട്ടറിനെ വീണ്ടും എക്കണോമൈസറിലോട്ട് കടത്തിവിടുന്നു. അതായത് ഒരു റൊട്ടീനായിട്ട് അത് നടക്കുവാണ്. അതായത് നമ്മുടെ സൂപ്പർ ഹീറ്ററിൽ നിന്നും ടർബൈനിലോട്ട് വന്ന സ്റ്റീം ടർബൈൻ കറക്കിയതിന് ശേഷം അതൊരു കണ്ടൻസർ ഉപയോഗിച്ച് തണുപ്പിച്ച് വീണ്ടും ആ വാട്ടറിനെ, ഫീഡ് വാട്ടറിനെ എന്ത് ചെയ്യുന്നു? എക്കണോമൈസറിലോട്ട് കടത്തിവിടുന്നു. എക്കണോമൈസറിൽ നിന്ന് നിങ്ങൾക്കറിയാം ഒരു കണക്ഷൻ ബോയിലറിലോട്ടും പോയിട്ടുണ്ട്. അതായത് എക്കണോമൈസർ ആ ഫീഡ് വാട്ടറിനെ എന്ത് ചെയ്യുന്നു? ചൂടാക്കുന്നു. ഞാൻ പറഞ്ഞു എക്കണോമൈസർ നമ്മൾ നേരത്തെ ഗ്യാസിൽ നിന്നും ഹീറ്റ് പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഹീറ്റ് ഉപയോഗിച്ച് ഈ തണുത്ത വീണ്ടും വരുന്ന ആ വാട്ടറിനെ എന്ത് ചെയ്യുന്നു? ചൂടാക്കുന്നു. ചൂടാക്കിയതിനു ശേഷമാണ് അത് വീണ്ടും ബോയിലറിലോട്ട് പോകുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റീം പവർ പ്ലാന്റിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമൈസർ, സൂപ്പർ ഹീറ്റർ അതുവഴി ടർബൈനിലോട്ട് പോകുന്നു. ടർബൈൻ കറക്കുന്നു, എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് പിന്നെ ഒരു ചിമ്മിനി ഉണ്ട്, ഒരു ഇൻട്രൊഡ്യൂസ്ഡ് ഡ്രോട്ട് ഫാൻ ഉണ്ട്, പിന്നെ ഫോഴ്സ്ഡ് ഡ്രോട്ട് ഫാൻ ഉണ്ട്. ഇതിന്റെ എല്ലാം യൂസസുകൾ ഞാൻ നിങ്ങൾക്ക് നോട്ടിൽ തരുന്നതായിരിക്കും. പിന്നെ ഇത്രയും സംവിധാനങ്ങളേ ഉള്ളൂ. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ